ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നേ ഒരു വട ഉണ്ടാക്കാൻ പോകും, ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ പോവുക. അപ്പോൾ അതിന് വേണ്ട പരിപ്പ് കഴുകി നമ്മൾ വെള്ളം പോകാനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് മെല്ലെ ക്രഷ് ചെയ്ത് എടുത്തുകൊണ്ട് വരാം. അപ്പം നമ്മൾ ഇത് ക്രഷ് ചെയ്ത് ഒരു ഭാഗം കുറച്ചെടുത്ത് ക്രഷ് ചെയ്തു, അത് ഇതിനകത്തേക്ക് ഇട്ടു. ഇനി ഇതേപോലെ വേണം അരച്ച് എടുക്കാൻ. ഇത് ഒരു പ്രാവശ്യം എടുത്തു, ഇനി 2-3 പ്രാവശ്യം കൂടി എടുക്കാനുണ്ട്. എല്ലാം എടുത്ത് കഴിയുമ്പോൾ നിങ്ങളെ കാണിക്കാം. അടിപൊളി പരിപ്പ് വടയാണ്. മെല്ലെ മെല്ലെ നിർത്തി അരയ്ക്കണം, എന്നാലേ ശരിക്ക് ആയി കിട്ടും. അരച്ചു പോയാൽ അതിന് തരി വേണം, പരിപ്പും കിടക്കണം, അരയും അടി മാത്രം അരിഞ്ഞുകൊണ്ടിരിക്കും. നമ്മളിത് എന്തേരം പരിപ്പാണ് എടുത്തേക്കുന്നത്? നമ്മൾ 1.5 കിലോ പരിപ്പ്. 1.5 കിലോ പരിപ്പ്. ഇതിനാണ് ഇന്ന് പരിപ്പ് വട ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ പരിപ്പ് അരയ്ക്കാൻ പോവുകയാണ്. മിക്സിയിലേക്ക് മെല്ലെ മെല്ലെ. അപ്പം നമ്മൾ പരിപ്പ് വടയ്ക്കുള്ള സാധനങ്ങളൊക്കെ എടുക്കുവാണ്. എന്താ ഉണ്ടാക്കുന്ന കുഞ്ഞുമോനെ പറ? പരിപ്പ് വട ഉണ്ടാക്കുവാന്ന് പറ, ഒച്ചതി പറ. പരിപ്പുവട ഉണ്ടാക്കാം. നമ്മൾ പരിപ്പുവട ഉണ്ടാക്കാനായിട്ട് പരിപ്പ് അരച്ചെടുത്തു. അതിനകത്തേക്ക് ചെറിയ ഉള്ളി, ഏകദേശം 250 ഗ്രാം ചെറിയ ഉള്ളി, ഒരു 100 ഗ്രാം ഇഞ്ചി, ഒരു 5 പച്ചമുളക്, ഒരു പിടി കറിവേപ്പില, ഇത്ര എടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഞെരടി കൂട്ടുക കേട്ടോ. ഇതിനകത്ത് വേറൊന്നും ചേർത്തില്ല, അത് മാത്രം എടുത്ത് ഒന്ന് ഞെരടി കൂട്ടുവാണ്. ഒന്ന് മിക്സ് ആക്കട്ടെ. പരിപ്പുവടയുടെ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ കുഴച്ച് ഇത് ഞെരടി കൂട്ടി എടുക്കുമ്പോൾ അതിൻ്റെ രുചി, അതിൻ്റെ ഫ്ലേവറും പരിപ്പിനകത്തേക്കും കൂടെ പിടിക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മിക്സാക്കി ഞെരടി എടുക്കും. ഈ 1.5 കിലോ പരിപ്പ് എത്ര വട ഉണ്ടാവും? 1 കിലോ പരിപ്പിന് നമുക്ക് ഏകദേശം 21-22 മാക്സിമം. അപ്പോൾ എനിക്ക് തിന്നാനുണ്ടാവുമോ? ഉണ്ടാവും, തീർച്ചയായും. നമുക്ക് ഉണ്ടാവുമോ മോനെ? നിങ്ങൾക്ക് തന്നിട്ടേ ഞാൻ കൊടുക്കുള്ളൂ. എനിക്ക് മുളക് പൊടി 1 സ്പൂൺ വേണ്ട, ഇടാം. അതിലേക്ക് ഇട്ടോ 1 സ്പൂൺ മുളക് പൊടി, എരിവില്ലാത്തത്. പിന്നെ എന്താ? കായം. തുറക്കാൻ കിട്ടുന്നില്ല. അപ്പോൾ കുറച്ച് കായപ്പൊടി. പരിപ്പുവടയ്ക്ക് ഫ്ലേവർ തരുന്നൊരു സംഗതിയാണ് കായം. ഉപ്പിട്ടില്ല, ഉപ്പ് ലാസ്റ്റ് ഇടുള്ളൂ. ആണോ? ഉപ്പ് ലാസ്റ്റാണ് ഇടുന്നത് കേട്ടോ, പുതിയ അറിവാണ്. ഇടുമ്പോൾ എന്താണെന്നറിയോ, ഇത് വെള്ളമാവും, ഉള്ളിയല്ലേ, വെള്ളമാവും. അപ്പോൾ മുളക് പൊടിയും ഉപ്പും കായപ്പൊടിയും മാത്രം മതി അല്ലേ? ഉപ്പിട്ടില്ല. ഉപ്പിട്ടില്ല. ലാസ്റ്റ് നമ്മളിതിൻ്റെ അകത്തേക്ക് പരിപ്പും കൂടെ ഇട്ട് മിക്സ് ആക്കണം. മിക്സ് ആക്കിയതിന് ശേഷം പരിപ്പ് കുടഞ്ഞിടുന്നു. അയ്യോ, ഇങ്ങോട്ട് മാറിക്ക്, ഇങ്ങോട്ട് വാ. തട്ടിയോ? ഇങ്ങോട്ട് വാ, ഇനി വന്നേ, ഓടി വാ. ക്യാമറമാനാവാം. വാ, 1 മിനിറ്റ്. നമ്മളിത് മിക്സ് ആക്കണേ. ഇതെന്താ ഉണ്ടാക്കുന്നതെന്ന് പറ. പരിപ്പ് വട ഉണ്ടാക്കുന്നത്. നമ്മളിപ്പോൾ ഉണ്ടാക്കി തിന്നും. ആണ്ടി പരിപ്പ് വട ഉണ്ടാക്കുന്നത്. കുഞ്ഞിന് പരിപ്പ് വട ഇഷ്ടമാണോ? പരിപ്പ് വട നല്ല പാളയം കുടമ്പഴവും നല്ല കോമ്പിനേഷൻ ആട്ടോ. അതിൻ്റെ കൂടെ നല്ല ചൂട്. ഹായ് കൊടുത്തേ എല്ലാവർക്കും. ഹായ് പറ. എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ തരണമെന്ന് പറ. സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഒക്കെ തരണം. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പറ. അങ്ങനെ അറിയില്ലേ? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്ന് പറഞ്ഞേ. ലൈക്കും ഷെയറും കമൻറ്റും എല്ലാം തരണം. അടിപൊളി പരിപ്പ് വട. ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിത് പരത്തിയിട്ട് എണ്ണയിലിടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് പെറുക്കി തിന്നും.
ആൻറ്റി കുഴക്കുന്ന കണ്ടാ ഇങ്ങനെ നല്ല ഇതായിട്ട് കുഴച്ച് എടുക്കണം. നിനക്കറിയുമോ പരിപ്പട ഉണ്ടാക്കാൻ? ആ കൊച്ചു അമ്മയ്ക്ക് അറിയുമോ? കൊച്ചിന്റെ പരിപ്പൊടി ഒന്ന് ഉണ്ടാക്കി തിന്നണമല്ല. ഛേ, അപ്പൊ ഇനി അടുത്ത എണ്ണയിലിട്ടിട്ട് കാണിക്കാം നിങ്ങളെ. ബോൾ പിടിച്ച് വെക്കാം. ഇനി ഇത് ഉരുട്ടിയെടുക്കണം. ഇത് പണിയൊന്നും തീർന്നില്ല. ഉണ്ട ഉരുട്ടിയെടുത്തിട്ട് പിന്നെ പരത്തിയിട്ട് ഇടണം. അത് കാണിക്കാം. അപ്പം നമ്മൾ പരിപ്പ് വട ഉണ്ട ഉരുട്ടുവാണ്. ഇത് കണ്ടോ, അവിടെ കുക്കർ അടിക്കുന്നുണ്ട്. കുഞ്ഞാ പരിപ്പ് വര ഉണ്ട ഉരുട്ടുവാന്ന് പറ. ഇപ്പം ആകും, ഞങ്ങൾ ഇപ്പം തിന്നും. ഒരു ഹായ് കൊടുത്തേരെ. അപ്പം ഞാനും ചേച്ചിയും കൂടെ പരിപ്പ് വട ഉണ്ട ഉരുട്ടുവാണ്. ഇത് ഉരുട്ടി, ഇത്രയും ഉരുട്ടി കേട്ടോ, ബാക്കി ഉരുട്ടുന്നു. പൊക്കമില്ലാത്തതിൻ്റെ പേരിൽ ശരിക്കും കാണുന്നില്ലേ? ആ ഉണ്ട്. കുക്കർ തിരിച്ചു വെക്കും. അപ്പോൾ നമ്മുടെ പരിപ്പ് വട ഇടാൻ പോവുകയാണ്. ഇതേ കണ്ടോ, എണ്ണ തിളച്ച് മറിയുവാണ്. 10 പരിപ്പ് വട കാണുന്നില്ല. ആ കാണുന്നുണ്ടോ? ഉണ്ട് കേട്ടോ. ഇങ്ങനെയാണ് പരിപ്പ് വട ഉണ്ടാക്കുന്നത്. ഇനി ആരും അറിഞ്ഞില്ല, കണ്ടില്ല, കേട്ടില്ല എന്നൊന്നും പറഞ്ഞേക്കരുത്. ഇച്ചിരി ഫ്ലെയിം ഞാൻ കൂട്ടി വെച്ചു. എന്നിട്ട് അതൊന്ന് തിളയ്ക്കുമ്പോൾ ഒന്ന് സിമ്മാക്കാം. ഇതുപോലെ ഞാനാ ഉണ്ടാക്കുന്നെങ്കിൽ ഇപ്പോൾ ഒരു വശം കോടിയൊക്കെ ഇരുന്നേന്. ഓടാൻ പാടില്ല. നമ്മുടെ ചേച്ചിയാണ് ഉണ്ടാക്കുന്നത്. പൊട്ടാൻ പാടില്ല. നമ്മളിതിനകത്തൊന്നും മിക്സ് ചേർക്കാത്തതുകൊണ്ട് പരിപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ പൊട്ടിപ്പോകാതെ സൂക്ഷിക്കണം. എത്ര എണ്ണ ഇടാൻ പറ്റും ഒരു പ്രാവശ്യം? ഇത് നമ്മളിതിനകത്ത് ഈ പാത്രത്തിനകത്ത് ആദ്യമായിട്ടാണ്. നോക്കട്ടെ, ഒരു 7 എണ്ണം മാക്സിമം. ഈ പരിപ്പ് വട ഉണ്ടാക്കി എല്ലാവരും തിന്നണം. എന്നിട്ട് ലൈക്കും കമൻറ്റും ഒക്കെ എനിക്ക് തരണം. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് കണ്ടോ, നല്ല വടിവൊത്ത പരിപ്പ് വട. അപ്പോൾ പരിപ്പ് വട ഇനി കോരുന്നത് നിങ്ങളെ കാണിക്കാം. ഇത്രയും കണ്ടാൽ പോരെ? എല്ലാവരും പഠിച്ചില്ലേ പരിപ്പ് വട ഉണ്ടാക്കാൻ? ഇത് നോക്കി പഠിക്കാത്തവർ പഠിച്ചോ. അപ്പം നമ്മൾ പരിപ്പ് വട കോരുന്നുണ്ട്. ഇതാ ഒരു ട്രിപ്പ് കോരി, അറിയാതെ വീഡിയോ എടുക്കുന്ന അറിയാതെ കോരിപ്പോയി കേട്ടോ. എന്നാലും കണ്ടില്ലേ, കോരുന്നത് കാണാണ്ടല്ലോ. കണ്ടോ, അടിപൊളി പരിപ്പ് വടയാണ്. ടേസ്റ്റ് നോക്കി, ടേസ്റ്റ് നോക്കാൻ ചൂടാ. പൊട്ടിച്ചു നോക്ക്. പൊട്ടിച്ച് ഞാൻ നോക്കി. നല്ല പരിപ്പ് വടയാണ്. നല്ല ക്രിസ്പി തന്നെയല്ല, ടേസ്റ്റ് നല്ല ടേസ്റ്റിയുള്ള പരിപ്പ് വടയാണ്. ചേച്ചിയല്ലേ ഉണ്ടാക്കുന്നത്, അപ്പൊ പിന്നെ ടേസ്റ്റ് ഇല്ലാണ്ട് ഇരിക്കുവോ? കഴിച്ചു അത് കാണിക്കാം ലാസ്റ്റ്. ദേ നമ്മുടെ പരിപ്പ് വടയെല്ലാം കോരി എടുത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കട്ടൻ ചായയും പരിപ്പ് വടയും കൂട്ടി തിന്നുന്നത് കാണിക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ തരണം. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം. ദേ നമ്മളെ പരിപ്പ് വടയും പഴവും കട്ടൻ ചായയും റെഡി ആയിട്ടുണ്ട്. എല്ലാരും പരിപ്പ് വട കഴിക്കേ. കുഞ്ഞു കഴിച്ചേ, ബാ. എങ്ങനെയുണ്ടെന്ന് പറ പരിപ്പ് വട? അടിപൊളി. കഴിച്ചിട്ട് പറയണം. സൂപ്പറാണോ? സൂപ്പറാണ്. കട്ടൻ ചായയും പരിപ്പൊടി സൂപ്പർ.
അപ്പോൾ എല്ലാവരും ലൈക്കും കമൻറ്റും ഷെയറൊക്കെ തരണം എന്ന് പറ. ഞങ്ങളെ വിജയിപ്പിക്കണം, ഞങ്ങളെ വിജയിപ്പിക്കണം എന്ന് പറ. അപ്പൊ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ ബൈ ബൈ.